ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രഭാവതി എന്നുണ്ടെങ്കിൽ തൻ്റെ മകനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്തും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥനായാലും എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതായത് ഒരു MLAയുടെ ഭർത്താവിനാണ് കാണാതെ പോയിരിക്കുന്നത്, എന്നിട്ട് പോലും കേസിൻ്റെ പുരോഗതി ഇത്രയേ ഉള്ളൂ എന്നെല്ലാം പറയുന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ താനും നിസ്സഹായനായി പോയല്ലോ എന്നൊരു കാര്യം സിദ്ധാർത്ഥന്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഹരിവക്കീല് പറഞ്ഞ കാര്യത്തിലൊക്കെ തന്നെ ചെറിയൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നന്ദനെ കണ്ടുപിടിക്കാം എന്നൊരു പ്രതീക്ഷ തന്നെയാണ് സിദ്ധാർത്ഥനും ഇരിക്കുന്നത്. ഇതേ സമയം ശാരിക എന്നുണ്ടെങ്കിൽ കെവിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. നന്ദേട്ടൻ എവിടെയാന്ന് വല്ലതും അറിഞ്ഞോ, എന്തെങ്കിലും അപ്ഡേറ്റ് കെവിനേട്ടൻ അറിയോ എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഒന്നും അറിയില്ല ശാരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ അറിയിക്കാം എന്ന് പറയാണ്. പക്ഷെ ശാരിക എന്നുണ്ടെങ്കിൽ വീണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കണ ഇതേ സമയത്താണ് ഇസബെല്ല എന്നുണ്ടെങ്കിൽ കെവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ കെവിനാന്നുണ്ടെങ്കിൽ ശാരികയോട് സംസാരിക്കാനും പറ്റുന്നില്ല. ദേവികയായാലും ഇതേ സമയം ശാരികയോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് വിളിക്കണേ എന്ന് പറയുമ്പോൾ തന്നെ വളരെ സമാധാനത്തിൽ ശാരിക പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നന്ദേട്ടൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഞാൻ എല്ലാം പറയാം എന്നൊരു വാക്ക് ദേവിക്ക് കൊടുക്കുന്നുണ്ട്. പ്രഭാവതി എന്നുണ്ടെങ്കിൽ ഇപ്പോഴും തൻ്റെ മകനെ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊരു കാര്യം ആലോചിച്ചിട്ട് നല്ല വിഷമത്തിലാണ്. തനിക്കിപ്പോഴും ഒരു ആശ്വാസമായി മാറുന്നത് ചന്ദ്രമതിയാണ്. ദേവിയേക്കും അതുപോലെ തന്നെയാണ്. തനിക്ക് എല്ലാ കാര്യത്തിനും ആശ്വാസമായി മാറുന്നത് ചന്ദ്രമതിയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ദേവിയേക്കും ഒരു ധൈര്യം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇസബെല്ല എന്നുണ്ടെങ്കിൽ കെവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായതാണ്. പക്ഷെ അത് ആരാണെന്ന് നീ പറയുന്നില്ലല്ലോ, അതാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നെല്ലാം പറയുമ്പോൾ തന്നെ കെവിനാന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാണ്. നമ്മളൊക്കെ വിചാരിച്ച പോലെ ശാരികയെ ചതിക്കാനാണെങ്കിൽ ഇസബെല്ലയോട് എത്ര നേരത്തെയോ ശാരികയുടെ കാര്യം തുറന്നു പറയാമായിരുന്നു. പക്ഷെ ഇപ്പോഴും ശാരികയുടെ പേര് മറച്ചു വെക്കുന്നതിൽ നിന്ന് തന്നെ കെവിനോട് ശാരികയോടുള്ള സ്നേഹം എത്ര ആത്മാർത്ഥമാണെന്ന് തെളിയാണ്. ഇവിടെ ഇപ്പൊ ശരിക്കും ഒരു ഭ്രാന്തമായ അവസ്ഥയിലായി പോകുന്നത് ഋഷിയാണ്. ഞങ്ങളുടെ കസ്റ്റഡിയിലും അതേപോലെ തന്നെ ഇസബെല്ലയുടെ കസ്റ്റഡിയിലും ആ നന്ദനില്ല. ഇതിന്റെ ഇടയിൽ കളിക്കുന്ന മൂന്നാമതൊരാള് ആരാണെന്ന് എന്നൊരു കാര്യം ആലോചിച്ച് ഋഷിയാന്നുണ്ടെങ്കിൽ ആകെ ഭ്രാന്തി പിടിച്ച ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ സമനില തെറ്റിയ പോലെ ഋഷിയുടെ പെരുമാറ്റം കണ്ടിട്ട് അരുന്ധതി പറയുന്നുണ്ട്, നീ ഇപ്പോഴും ആ നന്ദനെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്ന് പറയുമ്പോൾ തന്നെ അവനെ ഇനി ഞാൻ വെച്ചേക്കില്ല, ആ നന്ദനെ എന്നേക്കുമായിട്ട് കൊന്നുകളയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ അരുന്ധതി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഒന്നിനു പുറകെ ഓരോ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഭാവിയെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ നീ ഇപ്പോഴും ആലോചിക്കണില്ല എന്നൊരു കാര്യം പറയുമ്പോൾ തന്നെ അരുന്ധതിക്ക് നേരെ ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അരുന്ധതി എന്നുണ്ടെങ്കിൽ ഋഷിയോട് പഴയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് ആ ദേവിക തന്നെയാണ്. എനിക്കും അവരോട് പണ്ടൊക്കെ ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അവരെ ശത്രുക്കളായിട്ട് കാണാൻ പോലും സാധിക്കണില്ല. അവരെ മനസ്സിലാക്കിയാല് ആർക്കും അവരോട് ദേഷ്യമുണ്ടാവില്ല എന്ന് പറയുമ്പോഴും ഋഷിയുടെ മനസ്സെന്നുണ്ടെങ്കിൽ ഒട്ടും മാറുന്നില്ല. ഇതിന്റെ ഇടയിൽ നന്ദനെ ആരൊക്കെയോ ചേർന്നിട്ട് കത്തിയുമായിട്ട് കുത്തുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും യാഥാർത്ഥ്യമല്ല. മകനെ പറ്റി ആലോചിച്ചിട്ട് പ്രഭാവതി കാണുന്ന സ്വപ്നം തന്നെയായിരിക്കും. ഇത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം മറ്റൊരു കാര്യമുണ്ട്. അതായത് നന്ദൻ എവിടെയോ സുരക്ഷിതമായി തന്നെ ഇരിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കെവിന്റെ മറ്റൊരു മുഖം വ്യക്തമാവുന്നത്. അതായത് തന്റെ സാമ്പത്തിക പ്രശ്നം കാരണം പണ്ടൊക്കെ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നന്ദനോടുള്ള സൗഹൃദവും ഇസബെല്ലയുടെ ക്രൂരമായ ബുദ്ധിയും കാണുമ്പോൾ തന്നെ കെവിന്റെ മനസ്സാന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ മാറുന്നുണ്ട്. എസ്തപ്പാൻ എന്നുണ്ടെങ്കിലും തനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം തന്നെ നന്ദനെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ദേവിയയ്ക്ക് അത്രമേലെ വിശ്വാസമാണ് എസ്തപ്പാനെ. നന്ദന്റെ ഈ തിരോധാനത്തിന് പിന്നാലെ എന്തായാലും വലിയ ട്വിസ്റ്റ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിന്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.